ഗ്രാമത്തിലുള്ള കുന്നത്തോ ഗ്രാമത്തിൽ ചേർന്ന ശ്രീ ശങ്കരനും ഇതേ ഗ്രാമത്തിലുള്ള ദേവരായന്റെ സഹോദരി സൗഭാഗ്യവതി വിനീതയ്ക്കും രണ്ട് കുടുംബങ്ങളും തീരുമാനിച്ചെടുത്തിരിക്കുന്ന കാര്യം കൊണ്ട് ഇപ്പോ നിശ്ചയാർത്ഥം നടത്താൻ പോവുകയാണ്. ശങ്കര്, നിന്റെ മനസ്സുപോലെ തന്നെ എല്ലാം ഭംഗിയായിട്ട് നടക്കും മോനെ. ഇത് 170 ഏക്കർ നിലവും പിന്നെ തോട്ടത്തിന്റെ പത്രവും ഇതിലുണ്ട്. പിടിച്ചോ. അയ്യോ, ഇതൊക്കെ എനിക്കെന്തിനാ? വേണ്ട വേണ്ട. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇത് എങ്ങനെയായാലും എന്റെ അനിയത്തിക്ക് ചേരാനുള്ളതാ. മേടിച്ചോ, കുഴപ്പമില്ല, മേടിച്ചോ. അതെ, കല്യാണം കഴിഞ്ഞ എങ്ങോട്ടേക്കാ കൊണ്ടുപോവാ? എവിടെ പോകാനാ നിന്റെ ആഗ്രഹം? ഊട്ടിയിലേക്ക് പോയാലോ? ഊട്ടിയിൽ എന്താ ഉള്ളത്? അവിടെ ക്ലൈമറ്റ് അടിപൊളിയായിരിക്കും. നീ ഒന്ന് മൂളിയാ മതി, ആ ക്ലൈമറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവരാം. തമാശ കളിക്കല്ലേ, എന്നെ കൊണ്ടുപോവാന്ന് പറ. കൊണ്ടുപോകാം. ചേട്ടാ, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിട്ട് വയ്യ. എവിടേക്കാണ് പോണ്ടത് പറയോ? നോക്ക്, പുറകിലേക്ക് പോ, അവിടെ ടോയ്ലറ്റ് ഉണ്ട്. എവിടെയെന്നറിയില്ല, നിങ്ങളൊന്ന് കൂടെ വരുമോ? നീ തന്നെ പുറകിലേക്ക് പോയി നോക്ക്, ആ പറഞ്ഞോളൂ. ചേട്ടാ, എന്നെ നിങ്ങൾ തന്നെ ഒന്ന് കൊണ്ടുപോകുവോ? വേണ്ട, ഞാൻ കൊണ്ടുപോയിട്ടരാം. വാ മോനെ, വാ. നിങ്ങൾക്ക് കളിക്കാൻ വരെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? അവിടെ തിരക്ക് ചെല്ല്, പോവാനല്ലേ പറഞ്ഞേ? ശരിക്കും തെറ്റുപറ്റിപ്പോയതാ, ക്ഷമിക്കണം ഏട്ടത്തി. നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായതാ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മാത്രം കണ്ടോ. അയ്യോ എന്റെ ദൈവമേ, ഇത് മുഴുവനും തീർത്തോ? നിങ്ങളുടെ തലയ്ക്ക് വല്ല ഓളമുണ്ടോ? എന്തിനാ ബഹളം വെക്കുന്നേ? നിങ്ങളിത് കണ്ടില്ലേ? എനിക്ക് വേണ്ടി എന്റെ ഏട്ടൻ വാങ്ങിച്ചെന്നതാ. ഇത് മുഴുവൻ ഞാൻ തീർത്തു, പിശാചുക്കള്. വരും മക്കളെ, നടക്ക. എന്താ മോളെ, ശങ്കരനാനിയന്മാരുടെ കുറുമ്പ് കൂടിപ്പോയോ? എന്റെ ഭഗവാനെ, ആ പിള്ളേരുടെ വികൃതിയെ സഹിക്കാൻ പറ്റാതെ. കല്യാണം കഴിഞ്ഞോണ്ട് ആദ്യം അവർ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം, എന്നാലേ സമാധാനം ഉണ്ടാവും. ശങ്കരനെ പ്രേമിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ആലോചിച്ചിരിക്കണം. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ തലവിധിയാണ്. നീ എന്താ പറയുന്നത്? എനിക്കെന്തോ ഈ കല്യാണം നടക്കാൻ പാടില്ലെന്ന് തോന്നുന്നു. നിശ്ചയദാർത്ഥം കഴിഞ്ഞത് നാട് മൊത്തം അറിഞ്ഞു. ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ? അത് മാത്രമല്ല, എന്റെ അനിയത്തിക്ക് എന്താ കുറവ്? എന്റെ ഭാര്യയായിട്ട് വരുന്ന പെണ്ണ് എന്റെ കുടുംബത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ കല്യാണത്തിന് മുമ്പ് തന്നെ ഇവള് എന്റെ അനിയന്മാരെ പുറത്താക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ എന്നെ പറ, അതൊരു ശരിയായ കാര്യമാണോ? അതിലെന്താ തെറ്റ്? കല്യാണം ആവുന്ന പെണ്ണ് ഹസ്ബൻഡിന്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കും. അതാ അവളും ചെയ്തത്. നിന്റെ അനിയന്മാരെ പുറത്താക്കൂന്നല്ലേ പറഞ്ഞേ, നടുറോട്ടി നിർത്തുന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതും അവൾ ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. വീടും സ്ഥലവും എല്ലാം ഞാൻ തന്നിട്ടുണ്ട്. ഇനിയും എന്തു വേണോ ചോദിക്ക്, ഞാൻ തരാം. നിങ്ങൾ തരുന്ന സ്വത്തൊക്കെ ആർക്കാ വേണ്ടത്? ഈ ലോകത്തില് എന്റെ അനിയന്മാരാണ് എനിക്ക് ഏറ്റവും വലുത്. അവരാണ് എന്റെ സ്വത്ത്. എന്നെയും എന്റെ അനിയന്മാരും തമ്മിൽ വേർപിരിക്കുന്ന ഒരു ബന്ധവും എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ അനിയത്തിയെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്തോളൂ. നിക്ക്, എന്റെ അനിയത്തിക്ക് നിന്നെ ഇഷ്ടമായെന്ന് ഒരേ കാരണം കൊണ്ടാ നീ പാവപ്പെട്ടവനെന്ന് അറിഞ്ഞും ഈ വീട്ടിലൊരു പണിയും തന്ന് ഇവിടെ ഇരിക്കാൻ സ്ഥലവും തന്ന്. ഇത് കഴിഞ്ഞ് നിന്റെ ഗതി എന്താവും? എന്റെ ഗതി എന്താവുന്നോ? അധ്വാനിക്കാൻ എനിക്ക് നല്ല ശക്തിയുണ്ട്. ഈ മനോഹരമായ ലോകത്തിൽ കോടാനുകോടി ജോലികൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പിന്നെ വേറെ എനിക്ക് എന്താണ് വേണ്ടത്?
എന്റെ കൂടെ നീ ഇരിക്കുമ്പോ മറ്റുള്ളവർക്ക് ശമ്പളം കൊടുത്തോണ്ടിരുന്നു. പക്ഷെ ഇപ്പോ കൂട്ടത്തിലൊരാളായിട്ട് കൂലി ജോലി ചെയ്ത് കൈകെട്ടി നിൽക്കുവല്ലേ? ഹേയ് ഹേയ്, നിന്റെ അനിയന്മാർക്ക് വേണ്ടിയാ എന്റെ അനിയത്തിയെ പൊക്കി എറിഞ്ഞിട്ട് പോയെ. ഞാനും നോക്കുവാടാ നിങ്ങളെല്ലാരും എത്ര ദിവസം ഒന്നായിട്ടിരിക്കുമെന്ന്. ഇങ്ങോട്ട് നോക്ക്, നാളെ നിന്റെ അനിയന്മാർക്കൊക്കെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ നിന്റെ കൂടെ ഉണ്ടാവും നീ വിചാരിച്ചോണ്ടിരിക്കുവാ? ഡാ പോടാ. ഞാനൊന്ന് പറയാം കേട്ടോ, ഒരു ദിവസം നിന്റെ അനിയന്മാരെല്ലാം നടുറോട്ടി നിന്നെ ഇട്ടിട്ട് പോകും കേട്ടോ. അപ്പോ എന്റെ അനിയത്തി ചെയ്തത് ശരിയാണെന്ന് ഓർത്തോർത്ത് നീ ഉരുകുവേടാ. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും നടക്കും. അങ്ങനെയൊക്കെ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നത് നീ കണ്ടിരിക്കും. എനിക്കും എന്റെ അനുജന്മാർക്കും കുറച്ച് ഡ്രസ്സ് അയക്കാനുണ്ട്. തുണി കുറവാ, അതുകൊണ്ട് നിങ്ങൾക്കും ചേർത്ത് തയ്ക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാകും. ഓ, അങ്ങനെയാണെങ്കിൽ വേണ്ട, എനിക്ക് തയ്ക്കണ്ട. എന്റെ അനുജന്മാർക്ക് മാത്രം തയ്ച്ചാൽ മതി. നിങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് ഒരുപാട് ദിവസമായല്ലോ. അതെ, ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അല്ല, നിങ്ങളുടെ അനിയന്മാരൊക്കെ എന്താ ചെയ്യുന്നേ? ഒന്നാമത്തെ അനിയൻ ഗണേഷ്, അവൻ ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. രണ്ടാമത്തവൻ ഷൺമുഖൻ, ഇപ്പൊ പോലീസ് ട്രെയിനിങ്ങിലാ. മൂന്നാമത്തവൻ സുബ്രഹ്മണ്യൻ, സിറ്റി കോളേജിൽ മെഡിക്കലിന് പഠിക്കുന്നു. കുറച്ച് വലുതായിട്ട് തയ്ക്കേ. ആ, അങ്ങനെ തന്നെ ചെയ്യുന്നേ. ഇതിനേക്കാളും വലുതായിട്ട് തുന്നിയാലേ ലൂസായിട്ട് വൃത്തികേടായിരിക്കും. സാരമില്ല, വളർന്ന പിള്ളേരല്ലേ, കുറച്ച് വലുതായിട്ട് തയ്ച്ചു. ശരി, നിങ്ങളുടെ ഇഷ്ടം. എടാ രംഗനാഥാ, നീ എന്താ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നെ? എന്താ അഹങ്കാരം അവന്! ഞാൻ വിളിക്കുന്നത് കേട്ടിട്ടും കേക്കാത്ത പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ അവൻ. അമ്മൂമ്മേ, അതാരെന്നറിയോ? മോര് വിൽക്കുന്നവളാ. മോര് വിൽക്കുന്നവളോ? തലയിൽ ഒരു കുടം പോലും ഇല്ലല്ലോ. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞൊരു കണ്ണാടി വെക്കാനായിട്ട്. എന്താടാ, എന്താ നീ പറഞ്ഞു വരുന്നത്? കണ്ണട വെച്ചില്ലെങ്കിൽ എനിക്ക് കണ്ണു കാണില്ല, എനിക്ക് വയസ്സായി എന്നൊക്കെയാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? അയ്യോ, അമ്മൂമ്മയ്ക്കല്ല, എനിക്കാ പ്രായമായത്, ക്ഷമിക്കേ. ആ, അങ്ങനെ വാ വഴിക്ക്. പൂജാ റൂമിൽ പോയി പൂജയുടെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് നടത്തിയേക്ക്. ശരി. ചേട്ടാ, വലിയേട്ടൻ കൊടുത്ത ഈ ഷർട്ട് നല്ല രസമുണ്ടല്ലേ? ആ, അതെ, നല്ല രസമുണ്ട്. അയ്യോ, ഇതെന്താ മക്കളെ ഇങ്ങനെ? പാടത്തെ കോളത്തിന് തുണിയെടുപ്പിച്ചോണ്ടല്ലോ. ആ തയ്യക്കാരൻ അപ്പോഴേ പറഞ്ഞതാ, ഞാൻ അത് കേൾക്കാതെ ഇങ്ങനെ തയ്പ്പിച്ചത്. ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇനി എങ്ങനെ നിങ്ങക്ക് പുറത്തു പോകാൻ പറ്റുക? അയ്യേ, ഇതിനൊക്കെ എന്തിനാ ചേട്ടൻ വിഷമിക്കുന്നേ? ഷർട്ടൊക്കെ കറക്റ്റായിട്ടത് ഞങ്ങൾക്ക് ഇടേണ്ട രീതി അറിയില്ല അല്ല? അതെ, അതിനെന്തിനാ വിഷമിക്കുന്നേ? ഇപ്പൊ നോക്കിക്കോ. ചേട്ടാ, ഇപ്പൊ നോക്ക്, ഇതാണിപ്പോ ഫാഷൻ. ശരി, നിങ്ങൾ പോയി അമ്മൂമ്മയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിക്കും. അമ്മമ്മേ, എന്താ? ചേട്ടൻ തന്ന ഷർട്ട് എങ്ങനെയുണ്ട് നോക്കിയേ. അയ്യയ്യേ, ഇതെന്താ നിന്റെ ചേട്ടൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷർട്ട് വാങ്ങി തന്നിരിക്കുന്നത്? വളരുന്ന കുട്ടികളല്ലേ നിങ്ങൾ, നിങ്ങൾക്ക് ഇത്തിരി വലിയ ഷർട്ട് എടുത്താ എന്താ? ഇപ്പൊ നോക്ക്, ഞങ്ങൾ അനുഗ്രഹിക്കും. നന്നായി വരട്ടെ. കണ്ണട വെച്ചില്ലെങ്കിൽ എല്ലാം ചെറുതായിട്ടാ കാണുന്നത്, പക്ഷെ കണ്ണട വെച്ചാ വലുതായിട്ട് കാണാം. അങ്ങനെ ഞാനിപ്പോ ഈ കണ്ണട വെക്കുന്നില്ല. എടാ, ബാക്കി തരാനുള്ള വാങ്ങിച്ചിട്ട് കാപ്പി കൊടുത്തയക്കേ. എടാ മോനെ, എത്ര നേരമായി വന്നിരുന്നിട്ട് ഒന്നും കഴിക്കാൻ തരുന്നില്ലേ? ഏയ്, ഞാൻ ആരാന്നാ നീ വിചാരിച്ചോണ്ടിരിക്കുന്നേ? സാർവറിന്ന് നീ വിചാരിച്ചോണ്ടിരിക്കുവാ? സോറി സർ, ക്ഷമിച്ചാലും. നിങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ലേ? ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും സർ, ഇവിടെ ഇരിക്കും. അടുത്ത് ഞാൻ വന്നിരുന്ന ഇവിടെ ആരാ ക്ലീൻ ചെയ്യുന്നത്? എന്താ ഇത്? ഞാൻ ചോദിച്ചതെന്താ? ഓണിയൻ ദോശ. ഉള്ളി എവിടെ? ഇത് എവിടെ ഉണ്ട്? ഇതെന്താ ദോശ? ഇത്
ഉള്ളി രണ്ടും ചേർന്ന ഉള്ളി ദോശ നിങ്ങളെന്താ ചോദിച്ചത് ഉള്ളി ദോശ അപ്പൊ ഇവിടെ ഉള്ളതോ ഉള്ളി ദോശ ആ എന്നാ വെട്ടി വീഴുന്നു ഏ? ഗണേശ ആ വന്നു മുതലാളി നീ നല്ല പണിയാ ചെയ്തത്, നല്ല പണി. എന്റെ ഹോട്ടലിലേക്ക് എത്ര എണ്ണ നീ ലാഭം ഉണ്ടാക്കി തന്നത്. മുതലാളി ഈ മാസം തരാനുള്ള ശമ്പളം കുറച്ചും കൂടി കൂട്ടിത്തരാണെങ്കിൽ എടാ ദോശ കരിയുണ്ടോന്ന് പോയി നോക്കിയേ. ഇയാൾക്ക് എവിടുന്ന് വരുന്നു ആവോ. എന്താ ഇത്? എലി ചൊത്ത നാറ്റം അടിക്കുന്നല്ലോ. നാട്ടം വരുന്നോ? ഇപ്പൊ ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇല്ല. ഡോ ഇവിടെ നോക്കടോ, കാലിങ്ങനെ ആടി എങ്ങനെ കഴിക്കുന്നേ? എടാ, ഞാൻ കാലാട്ടുന്നതിലും നീ ഭക്ഷണം കഴിക്കുന്നതിലും എന്താണ് ഒരു ബന്ധമുള്ളത്? ഡോ ഞാൻ പറഞ്ഞത് തന്റെ കാലല്ലടോ, ആ പിന്നെ ടേബിളിന്റെ കാലാടി എങ്ങനെയാടോ കഴിക്കുന്നേ? ഏ? എടാ കുമരേശ, ആ കാലിന്റെ ഒരു കല്ലെടുത്ത് വെച്ചേടാ. സൂപ്പർ കല്ല് മൊലാളി, ഞാൻ വെച്ചു. ഇപ്പൊ ശരിയായില്ലേ? ആ ആ ശരിയാ.